അവരോട് പറയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട്, മൂസാ ഇനി വാഗ്ദത്ത ഭൂമിയിലേക്ക് ഇവരുമായിട്ട് പോകണം. ഏത്? ഫലസ്തീനിലേക്ക് നീ പോകണം. അങ്ങനെ ഫലസ്തീനിലേക്ക് പോകുമ്പോ അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. അവിടെ വലിയ മല്ലന്മാരായിട്ടുള്ള ഫലസ്തീനിലെ ജനതയുണ്ട്. ഫലസ്തീനിൽ അന്ന് അമാലിക്കക്കാരെന്ന് പറയുന്ന വലിയ മല്ലന്മാരും കായബലമുള്ള ക്രൂരന്മാരായിട്ടുള്ള ആളുകളാണ്. അപ്പൊ അങ്ങോട്ട് കടക്കുമ്പം അവർ യുദ്ധം ചെയ്യാൻ വരും. അതുകൊണ്ട് അവരോട് നേരിടേണ്ടി വരും. അങ്ങനെ നേരിടേണ്ടി വന്ന് നേരിട്ടിട്ട് അവരെ പരാജയപ്പെടുത്തിയിട്ട് വേണം അങ്ങോട്ട് കടന്നു പോകാൻ വേണ്ടി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് പറഞ്ഞു, ഇതാ നിങ്ങളുടെ വാഗ്ദത്ത ഭൂമി, മനോഹരമായ ബൈത്തുൽ മുഖദ്ദസ് അടങ്ങുന്ന ഫലസ്തീൻ ഭൂമിയുണ്ട്, ജോർദാനുമൊക്കെ അടങ്ങുന്ന ഫലസ്തീൻ ഭൂമി, അത് റബ്ബ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തതാണ്. അതുകൊണ്ട് അങ്ങോട്ട് കടക്കൂ എന്ന് പറഞ്ഞപ്പം, അങ്ങോട്ട് പോകൂ എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞെന്താ അറിയോ? ഖാലൂ യാ മൂസാ മൂസാ ഇന്നാ ലൻ നദ്ഖുലഹാ അബദാ, ഒരിക്കലും ആ ഫലസ്തീനിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയില്ല. മാദാമു ഫീഹാ, ആ അമാലിക്കക്കാരായ കായബലമുള്ള ആളുകൾ അവിടെ ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അങ്ങോട്ട് പ്രവേശിക്കുകയില്ല. അവർ പറഞ്ഞ ഇവര് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ ദുർബലരാണ്, പേടിത്തൊണ്ടന്മാരായി. ഒന്ന് നിങ്ങൾ അവരോട് പോരാടണം. അതുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന്റെ മുന്നോടിയായിട്ട് ഇവരിൽ നിന്നുള്ള പ്രതിനിധികളെ അങ്ങോട്ട് അയച്ചു, ഫലസ്തീനിലേക്ക് അയച്ചു. ഫലസ്തീനിലേക്ക് അയച്ചപ്പം ആ കൂട്ടത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും പ്രതിനിധികളും വന്നിട്ട് പറഞ്ഞു, ഒരു ഭയങ്കര ജനതകളാണ്, അവരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന്. രണ്ട് സ്വാലിഹീങ്ങളായ ആളുകൾ പറഞ്ഞു, അള്ളാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് അവരോട് നമുക്ക് പോരാടാൻ, വിജയിക്കാൻ കഴിയും, നമുക്കത് സ്വന്തമാക്കാൻ കഴിയുന്നു ഒക്കെ പറഞ്ഞു കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, അള്ളാഹിന്റെ സഹായം ഉണ്ടാകും മക്കളെ, നിങ്ങൾ വിജയിക്കും, ബനൂ ഇസ്രായേലുകളെ, നിങ്ങൾക്ക് അവിടെ ഉന്നതമായ സ്ഥാനം ലഭിക്കും, നിങ്ങൾ അവരോട് പോരാടാൻ തയ്യാറായാൽ മതി, മാനസികമായിട്ട് സന്നദ്ധത ഉണ്ടായാൽ മതി, അള്ളാഹുവാണ് സഹായം വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടൊന്നും അവരതിന് സമ്മതിച്ചില്ല. അവരപ്പൊ എന്താണ് പറഞ്ഞതെന്നറിയോ? നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം. എന്തൊരു ധിക്കാരാ! നീയും നിന്റെ റബ്ബും പോയിട്ട് അങ്ങ് യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, ഞങ്ങൾക്കതിനൊന്നും സൗകര്യമില്ല, മേലനങ്ങി പണിയെടുക്കാൻ ഞങ്ങൾക്ക് ഏതായാലും സൗകര്യമില്ല എന്ന് ഒരു പ്രവാചകനോട് പറഞ്ഞ നന്ദികെട്ട ജനവിഭാഗമാണ്. അതാണ് ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ച് വല്ലാതെ ഖുർആൻ എടുത്തു പറഞ്ഞുകൊണ്ട് നന്ദികേട്, അതുപോലെ നന്ദികേട് കാണിക്കരുത് കേട്ടോ. അള്ളാഹു സഹായം വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ, അള്ളാഹു വാഗ്ദാനങ്ങൾ നൽകി കഴിഞ്ഞാൽ, ഇന്ത്യൻ മുസ്ലിമീങ്ങളെ നിങ്ങൾക്കുമുണ്ട് ശാക്തീകരണത്തിന്റെയും പോരാട്ടത്തിന്റെയും വിജയത്തിന്റെയും ഒക്കെ സാധ്യതകൾ നിങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് ഒറ്റക്കെട്ടായി ശക്തി പ്രയോഗിച്ചുകൊണ്ടും ബുദ്ധി പ്രയോഗിച്ചുകൊണ്ടും ദീനിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടും അള്ളാഹുവിന്റെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ടും നിങ്ങളും മുന്നേറണം. ഒറ്റക്കെട്ടായി ഒരുമയോടുകൂടി നിങ്ങൾക്കും വിജയമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നിങ്ങളോടും എന്നോടും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ബനൂ ഇസ്രായേലുകളിലും പാഠമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ജനത അതിന് തയ്യാറാകാതിരുന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് പറഞ്ഞു, ഇനി നിങ്ങൾക്കിനി രക്ഷയില്ല. അതിനെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഖാല റബ്ബി ഇന്നി, ഇങ്ങനെ അവർ വല്ലാതെ ധിക്കാരപരമായിട്ട് പറഞ്ഞപ്പോഴേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഖാല റബ്ബി ഇന്നി, അല്ലാഹുവേ ലാ അംലികു ഇല്ലാ നഫ്സി വ അഖീ, ഇനി അവരെ നേരാക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല റബ്ബേ, എന്റെയും എന്റെ സഹോദരൻ ഹാറൂന്റെയും കാര്യമല്ലാതെ ഏറ്റെടുക്കാൻ എനിക്ക് കഴിയുകയില്ല. ഫഫ്റുഖ് ബൈനനാ വ ബൈനൽ ഖൗമിൽ ഫാസിഖീൻ, അതുകൊണ്ട് ഈ തമ്മാടികളായ ജനങ്ങൾക്കിടയിലും ഓർക്കണേ, എത്ര കഷ്ടപ്പെട്ട മനുഷ്യന്മാർക്ക് വേണ്ടി, ദുനിയാവ് ആഹം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ ത്യാഗനിർഭരമായ ജീവിതം മുഴുവനും അവർക്ക് വേണ്ടി ഒടിഞ്ഞു വെച്ച ഒരു പ്രവാചകന്റെ വേദനയുടെ ഉള്ളുകളിൽ തട്ടിക്കൊണ്ടുള്ള വാക്കാണ് തന്റെ ജനതയെ കുറിച്ചാണ് പറയുന്നത്. ഈ ഫാസിഖീങ്ങളായ തമ്മാടികളായ ജനങ്ങളെയും എന്നെ മേടിയിൽ വേർപിരിച്ചാള റബ്ബേ. അപ്പോൾ അല്ലാഹു പറഞ്ഞു, ഖാല റബ്ബ് പറഞ്ഞു, ഫഇന്നഹാ മുഹറമത്തുൻ അലൈഹിം 40 സനതൻ യതീഹൂന ഫിൽ അർളി ഫലാ തഅസ അലൽ ഖൗമിൽ ഫാസിഖീൻ. അല്ലാഹു പറഞ്ഞു, എന്നാൽ ഇനി അവർക്ക് ഞാൻ വാഗ്ദത്ത ഭൂമി നൽകൂല. 40 കൊല്ലം അവർ ഈ ഭൂമിയിൽ, ഈ മരുഭൂമിയിൽ ചുറ്റി തിരിഞ്ഞ് നടക്കണം, അസ്തിത്വമില്ലാത്ത ഒരു ജനതയായി. ഇനി എന്റെ അനുഗ്രഹങ്ങളൊന്നും അവർക്കില്ല, എല്ലാം തടയപ്പെട്ടവരായി. വാഗ്ദത്ത ഭൂമി കാണിച്ചു കൊടുത്തിട്ട് അങ്ങോട്ട് പോകാൻ സന്നദ്ധമല്ലാതെ നന്ദികേട് കാണിച്ചവർക്ക് യതീഹൂന, അവരിങ്ങനെ ചുറ്റിത്തരിഞ്ഞലഞ്ഞ് നടക്കട്ടെ, ഇവിടെ വേണ്ട അവർക്കൊന്നും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുകയും ആ ജനത 40 വർഷക്കാലം അങ്ങനെ അസ്തിത്വമില്ലാതെ
ചുറ്റിക്കറങ്ങി ആ തലമുറ അവസാനിച്ചതിന് ശേഷം പിന്നീട് യൂശാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലാണ് ഫലസ്തീൻ പിന്നിലേക്ക് ബനൂ ഇസ്രായേലികൾ കടന്നു ചെല്ലുന്നതും അത് ജയിച്ചടക്കുന്നതും അവരെ ഭരണം നടത്തുന്നതും. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ അവസാന നിമിഷത്തിൽ ഇവിടെ ഇക്കരയിൽ നിന്നുകൊണ്ട് അങ്ങ് ഫലസ്തീനിലെ ആ ഫലസ്തീന് ഭൂമിയിലേക്ക് പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് നോക്കി കണ്ണീരൊലിപ്പിച്ച് കരഞ്ഞുകൊണ്ട് തനിക്ക് വാഗ്ദത്തം ചെയ്ത ഭൂമി തന്റെ ജനതയുടെ ഈ തോന്നിവാസം കൊണ്ടും ഈ സന്നദ്ധതയില്ലായ്മ കൊണ്ടും അർപ്പണബോധമില്ലായ്മ കൊണ്ടും നഷ്ടപ്പെട്ടുവല്ലോ എന്ന് കണ്ണീരു സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം അഭിമുഖീകരിച്ച യുദ്ധമാണ് ബദർ യുദ്ധം, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാം. ആ ബദർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുന്ന ഘട്ടത്തിൽ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ കൂടിയാലോചിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ ഇതാ ശത്രുക്കൾ പടയെടുത്തുകൊണ്ട് ഖുറൈശികൾ കടന്നു വരികയാണ് മദീനയെ ആക്രമിക്കാൻ വേണ്ടി. ബദറിൽ വെച്ചുകൊണ്ട് അവരെ ചുറുക്കേണ്ടതുണ്ട്, നിങ്ങൾ സന്നദ്ധരാണോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ തിരുദൂതരോട് അന്ന് അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്. അള്ളാഹുവിന്റെ റസൂലേ, അന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബനൂ ഇസ്രായേൽ ജനത പറഞ്ഞതുപോലെ നീയും നിന്റെ റബ്ബും പോയിട്ട് യുദ്ധം ചെയ്യുവാൻ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്നുള്ള നന്ദി കെട്ട വർത്തമാനം ഞങ്ങൾ പറയൂല നബിയെ. അങ്ങ് സമുദ്രത്തിലേക്ക് എടുത്തു ചാടണമെന്ന് പറഞ്ഞാൽ തോണിയില്ലാതെ തുഴയില്ലാതെ നീന്തലറിയാതെ അലമാലകൾ ആർത്തിരമ്പുന്ന സമുദ്രത്തിലേക്ക് എടുത്തു ചാടാനും ഞങ്ങൾ സന്നദ്ധമാണ് നബിയെ, കൽപ്പിച്ചാലും നബിയെ. അതല്ല, അങ്ങ് ബർക്കുൽ ഹിമാദിലേക്കാണ് ഞങ്ങളെ നയിക്കുന്നത് എങ്കിൽ അപ്രാപ്യമായ ദുർഘടമായ പാതകൾ താണ്ടിക്കൊണ്ട് നഗ്നപാതരായി ബർക്കുൽ ഹിമാദിലേക്ക് അങ്ങയെ അനുഗമിച്ചുകൊണ്ട് പിന്നാലെ വരാൻ ഞങ്ങൾ സന്നദ്ധരാണ് നബിയെ. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ജീവനും ജീവിതവും സമർപ്പിക്കുവാൻ ഞങ്ങൾക്ക് മടിയില്ല നബിയെ, കൽപ്പിച്ചാലും നബിയെ. ജീവനും ജീവിതവും രക്തവും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സർവാത്മന ഞങ്ങൾ നൽകാം റബ്ബേ എന്ന്, റസൂലേ എന്ന് ഇതേ സ്വഹാബത്ത് അള്ളാഹുവിന്റെ തിരുദൂതരോട് പറയുകയാണ്. രണ്ട് ചരിത്രങ്ങളും തമ്മിൽ, രണ്ട് പ്രവാചകന്റെയും അന്തരം, രണ്ട് പ്രവാചകന്റെ സമുദായത്തിന്റെയും തമ്മിലുള്ള അന്തരം ഒന്ന് ആലോചിച്ചു നോക്കിയേ. അള്ളാഹുവിന്റെ തിരുദൂതർ കുളിർക്കെ തന്റെ സ്വഹാബത്തിനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് റബ്ബിനോട് സഹായത്തിന് വേണ്ടി തേടിയപ്പോഴാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ ദീൻ ശക്തിപ്പെട്ടതും ഇന്ന് ലോകത്ത് പരന്നു കിടക്കുന്ന കോടിക്കണക്കിന് മുസ്ലിമീങ്ങളും ഇസ്ലാമിന്റെ മഹത്തായ ഷിആറുകളും ഉയർന്നു വന്നത് ആ ബദറിലെ ത്യാഗത്തിന്റെയും സമർപ്പണ സന്നദ്ധതയുടെയും പ്രതിഫലനമാണ്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള പ്രതിഫലങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക.